ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഹാൻഡ് പെയിന്റഡ് ചുരിദാർ മെറ്റീരിയൽ ആണ്. ചുരിദാർ മെറ്റീരിയലിൽ ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട്. അതിന്റെ 4 കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഇതാ ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ക്രീം കളർ ഷെയ്ഡാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ക്രീം കളറാണ്. ഇത് ഞാൻ ഒന്നുകൂടി ടേബിളിലിട്ട് വിടർത്തി കാണിക്കാം. അതിന് മുന്നേ ഇതൊന്ന് വെച്ച് കാണിക്കാം. ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ട മെറ്റീരിയൽ ആണ്. സിൽക്കി കോട്ട മെറ്റീരിയലാണ് വരുന്നത്. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഹാൻഡ് പെയിന്റിങ്. ഇതിന്റെ ദുപ്പട്ടയും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ദുപ്പട്ടയിലും ഫുള്ള് വർക്ക് വരുന്നുണ്ട്. അതായത് ദുപ്പട്ടയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇടുന്ന സമയത്ത് ഇതിന്റെ 2 എൻഡിലും ഫുൾ വർക്കാണ് വരുന്നത്. കണ്ടോ, ഇതേപോലെ ഫുൾ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കാണുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ ഫ്ലവേഴ്സും വരുന്നുണ്ട്. ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതിൽ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ്, കാരണം പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് കളറാണ്. ഇതിലെ ഫ്ലവേഴ്സിന്റെ ഡിസൈനിൽ വന്നിട്ടുള്ള ഏതെങ്കിലും നല്ല മാച്ചിങ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കളറാണ് ഇതിൽ ബോട്ടമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് കളർ പീച്ച് ഷെയ്ഡാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ബ്രിക്ക് കളർ എന്നൊക്കെ പറയാം. ബ്രിക്ക് പീച്ച്, നല്ല ഭംഗിയുള്ളൊരു കളർ. കണ്ടോ, അതിൽ നല്ല വലിയ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ കളറാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട ഞാൻ നേരത്തെ കാണിച്ച പോലെ നിറച്ച് ഡിസൈൻ വരുന്നുണ്ട്. ദുപ്പട്ട ഇടാനായിട്ട് ഭയങ്കര, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. കണ്ടോ, മെറ്റീരിയൽ നല്ല സിൽക്ക് മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ടയുടെ എൻഡ് പോർഷൻ വരുന്നത്. പിന്നെ ഇടയ്ക്ക് കാണുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ പ്രിന്റ് വന്നിട്ടുണ്ട്. ബോട്ടത്തിന്റെ മെറ്റീരിയലും സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിട്ട് നിൽക്കും. വാഷ് ചെയ്താലും ഇതേപോലെ തന്നെ ഇരിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലൈനിങ് നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇതിന് ക്രേപ്പിന്റെ ലൈനിങ് ഇടുക, അതല്ലാന്നുണ്ടെങ്കിൽ 2x1 ലൈനിങ് ഇടുക. ഇതേപോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോഴേക്കും എപ്പോഴും നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ വേണം ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഇത് ഷ്രിങ്ക് ആവുകയൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ ലൈനിങ് ഇടുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലൈനിങ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത കളർ ഞാൻ കാണിക്കാം. അടുത്ത നല്ല ഭംഗിയുള്ളൊരു ഗ്രേ കളറാണ്. കണ്ടോ, ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിട്ട് ഒത്തിരി പേര് പ്രിഫർ ചെയ്യുന്ന കളറാണ് ഗ്രേ ആൻഡ് ബ്ലാക്ക്. അപ്പൊ അതിന്റെ നല്ലൊരു കളർ കോമ്പിനേഷനിലാട്ടോ ഡിസൈൻസ് ഒക്കെ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാ. അതേപോലെ ഇതിന്റെ എൻഡിലായിട്ട് ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ ദുപ്പട്ടയുടെ ദുപ്പട്ട വിടർത്തി ഇടുവാണെങ്കിലും കാണാനായിട്ട് നല്ലത്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ദുപ്പട്ടയാണ്. പിന്നെ ലെഗിൻസ് യൂസ് ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലെഗിൻസിന്റെ കൂടെ വേണമെങ്കിൽ ഇടാം. ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ ചിലർക്ക് ഇങ്ങനെ ഒരു മടി ഉണ്ടാവും ബോട്ടം സ്റ്റിച്ച് ചെയ്തിടുന്ന. ലെഗിൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം വേണമെങ്കിലും ഇടാം. കണ്ടോ, അപ്പോൾ അത്രയും സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലൈനിങ് ഇടുമ്പോൾ എപ്പോഴും നല്ല മെറ്റീരിയൽ ഇടുക. എന്ന് വെച്ചാൽ നെറ്റ് കോട്ട, സിൽക്കി കോട്ട അങ്ങനത്തെ മെറ്റീരിയലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ഇത് മെറ്റീരിയൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം നല്ല ലൈനിങ് ഇടുവാണെങ്കിൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പം 3 കളർ കണ്ടു. ഇനി നെക്സ്റ്റ് വരുന്നൊരു യെല്ലോ ഷെയ്ഡാണ്. നല്ലൊരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഷെയ്ഡ്, നല്ലൊരു ഗോൾഡൻ കളറാണത്. എല്ലാം നല്ല നല്ല കളേഴ്സായിട്ട്. ഇതിൻ്റെ 4 കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്ക്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ബോട്ടം വന്നിട്ട് ഇതാ ഈ റെഡ് കളറിൽ. ബോട്ടം മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. ബോട്ടം ലൈനിങ് ഒന്നും ഇടണം എന്ന് ആവശ്യമില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ. പിന്നെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് ഇടാം. ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, ഷ്രിങ്ക് ആവണ മെറ്റീരിയലും അല്ല. കണ്ടോ, ഇതിൻ്റെ ഷോള് വന്നിട്ട് ഇതാ ഇതേപോലെ. ഈ ദുപ്പട്ടയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈഡിൽ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഫിനിഷിങ് കിട്ടും നമുക്ക് ഇതിന്റെ എൻഡ് കാണുമ്പോഴേക്കും. അപ്പൊ അത് ഒരു നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ചെറിയ ഫ്ലവറിന്റെ ഡിസൈൻ ഉണ്ട്. കണ്ടതുപോലെ ബഞ്ച് പോലെ വരുന്ന ഫ്ലവറുണ്ട്, കുഞ്ഞ് ഫ്ലവർ ഡിസൈനുണ്ട്. ഞാൻ ഇതൊന്ന് ടേബിളിലിട്ട് വിടർത്തി കാണിക്കാം ഒന്നുകൂടെ. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഈ കാണുന്നതാണ് ഗോൾഡൻ യെല്ലോ മെറ്റീരിയൽ വരുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചില ചേഞ്ചസ് വരുന്നുണ്ട്, കളർ ചേഞ്ചസ്. പക്ഷെ കറക്റ്റായിട്ടുള്ള യെല്ലോ ആണിത്, ഗോൾഡൻ. കണ്ടോ, ഇത് ദുപ്പട്ട വരുന്നത്.
ടോപ്പിൻ്റെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് യെല്ലോയുടെ. ഇത് ടോപ്പിൻ്റെ പോർഷനിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വർക്ക് വരുന്നുണ്ട്. ഞാൻ ചരിച്ച് കാണിക്കുക വീഡിയോയിൽ. കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം താഴേന്ന് മുകളിലേക്ക് കയറി വരുന്ന വിധത്തിൽ ഇത്രയും വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കളറ്. പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചു. ഇതാ ഈ ഗ്രേ കളറ് കണ്ടോ, ഗ്രേയിലെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഈ ഗ്രേയുടെ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്കാണ്. ഇത് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ മനസ്സിലാവും എത്ര ഫ്ലോയി ആണ്, എത്ര സോഫ്റ്റ് ആണെന്ന്. കണ്ടോ, ഇതാണ് സെക്കൻഡ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട ആൻഡ് ടോപ്പ്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഇതൊരു പീച്ച് ഷെയ്ഡാണ്. അതായത് ഒരു റെഡ് കൂടുതലായിട്ട് മിക്സായി വരുന്നൊരു പീച്ച് ഷെയ്ഡ്, ഡാർക്ക് പീച്ച് എന്നൊക്കെ പറയാം, ഒരു പിങ്കിഷ് പീച്ച്. ഇതിൻ്റെ ബോട്ടം ആൻഡ് ദുപ്പട്ട ഇതാണ്. ഈ ബ്ലൂ കളറാണ് ബോട്ടം. പിന്നെ ദുപ്പട്ട വരുന്നത് സെയിം തന്നെ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു നല്ല പ്രോപ്പറായിട്ട് മടക്കിയിട്ടിട്ട് കാണിക്കാമെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു ഫ്ലോയി ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ് കൂടുതൽ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ. കണ്ടോ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ലാസ്റ്റ് ഇതായി കാണുന്നത്, ഇത് ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ചതാണ്, ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1490 ആണ്, 1490. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയയ്ക്കുക. ഇത് ഞാനൊന്ന് ടേബിളിൽ വിരിച്ച് വെച്ചിട്ടെടുത്ത ഫോട്ടോസാണ്. അതുകൂടി ഞാനൊന്ന് ഇതിൽ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. എല്ലാ കമൻസും ഞാൻ വായിച്ച് നോക്കാറുണ്ട്, അതിനുള്ള റിപ്ലൈസ് എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.